ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1342 ദിവസമായ ഇന്ന് 2025 ജനുവരി മാസം 16 വ്യാഴാഴ്ച, 1200 ആണ്ട് മകരമാസം 3 ഗുരുവചനങ്ങളിലൂടെ 5-ാമത്തെ വയസ്സുവരെ ശിശുവിനെ സ്നേഹത്തോടുകൂടി ദേവനെപ്പോലെ ആചരിക്കണം. പരിചരണത്തിലും ബുദ്ധി സംസ്കാരത്തിലും മാതാവ് തന്നെ സ്വയം ചുമതലയോടുകൂടി പ്രവർത്തിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ എൻ കുമാരനാശൻ എഴുതിയ ശ്രീനാരായണ ഗുരു ജീവചരിത്രം എന്ന പുസ്തകത്തിലെ 13-ാം അധ്യായത്തിലെ അവസാന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. 1088 കർക്കിടക മാസത്തിൽ സ്വാമി ഏതാനും ദിവസം കുറ്റാലത്ത് പോയി വിശ്രമിച്ചിരുന്നു. 87 കന്നി 21 ശിവഗിരിയിൽ വെച്ച് നടന്ന SNDP യോഗത്തിൻ്റെ 8ാമത് വാർഷിക പൊതുയോഗത്തിൽ സ്വാമി സംബന്ധിക്കുകയും ശാരദാ പ്രതിഷ്ഠ നടത്തുന്നതിനായി യോഗം മുഖേന ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ച് ചുമതലപ്പെടുത്തുകയും ചെയ്തു. തുലാമാസത്തിൽ സ്വാമി പാപനാശം എന്ന തീർത്ഥസ്ഥലത്ത് പോയി കുറേ ദിവസം വിശ്രമിച്ചു. ഈ യാത്രയിൽ തിരുനെൽവേലി, മധുര, തഞ്ചാവൂർ ഈ ഡിസ്ട്രിക്റ്റുകളിലുള്ള പല പുണ്യസ്ഥലങ്ങളിലും ഏതാനും ദിവസങ്ങൾ താമസിക്കുകയും അവിടെ നിന്ന് ധനുമാസത്തിൽ മലബാറിലേക്ക് പോവുകയും ചെയ്തു. ജനങ്ങൾ വേണ്ടത്ര ഉത്സാഹിക്കാത്തതിനാൽ ശാരദാ പ്രതിഷ്ഠ നടത്താൻ താമസം നേരിടുന്നതിൽ തനിക്കുള്ള വൈമനസ്യം കൊണ്ട് സ്വാമി ശിവഗിരി വിട്ട് സഞ്ചരിക്കുകയാണെന്ന് ഈ യാത്രയിൽ ഒരു ജനശ്രുതി പരന്നു. സ്വാമിയെ ദീർഘസഞ്ചാരത്തിന് പ്രേരിപ്പിച്ച യഥാർത്ഥമായ ഉദ്ദേശം എന്താണെന്ന് അധികം പേർ അറിഞ്ഞില്ല. ഒടുവിൽ യോഗം ജനറൽ സെക്രട്ടറി സ്വാമിയെ തലശ്ശേരിയിൽ ചെന്ന് സന്ദർശിച്ചു. ശാരദാ പ്രതിഷ്ഠ സംബന്ധമായ അവിടുത്തെ ആഗ്രഹങ്ങൾ അറിഞ്ഞും ആജ്ഞാപനങ്ങൾ വാങ്ങിയും മടങ്ങുകയും പ്രതിഷ്ഠ 88 മേടത്തിൽ നടത്താൻ യോഗത്തിൻ്റെ പ്രധാന ഭാരവാഹികളായ ജനങ്ങളുമായി ആലോചിച്ചും പ്രതിഷ്ഠാ കമ്മിറ്റി മീറ്റിംഗ് കൂടിയും നിശ്ചയിക്കുകയും ചെയ്തു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.